ഇത് മതക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അവരുടെ സങ്കല്പത്തിൽ ഏക ദൈവം എന്ന് പറഞ്ഞാൽ അങ്ങനെ സ്വർഗത്തിൽ ഒരു സ്വർണത്തിന്റെ കസരയിലിരിക്കുക, എന്നിട്ട് പട്ടി ഉണ്ടാവട്ടെ, പൂച്ച ഉണ്ടാവട്ടെ, നീ ഉണ്ടാവട്ടെ, ഞാനുണ്ടാവട്ടെ എന്ന് പറയാം. നമുക്ക് ജീവിക്കാൻ ഇത്രയും കാലം ഭൂമിയിൽ സമയം അനുവദിക്കും. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ശരിയാണ് കൂടുതൽ ചെയ്തതെങ്കിൽ സ്വർഗത്തിൽ നമ്മളെയും കാത്ത് 72 ഹൂറിമാർ കിടക്കുകയാണ്. അവിടെ ആപ്പിൾ ഉണ്ട്, മുന്തിരിയുണ്ട്. അവിടെ ഒരു മുറിയുടെ നീളം ഒരു ഇസ്ലാമിക പ്രബോധനം പറയുന്നുണ്ട് 150 മീറ്റർ. അപ്പം ഭാര്യ പറഞ്ഞു, ഞാനിന്ന് ആ സ്വർഗത്തിലേക്ക്, ഇത് ആരാണിത് തൂത്ത് വൃത്തിയാക്കുക? 150 കിലോമീറ്ററുള്ള, 150 മീറ്ററിൽ കേട്ടോ, 150 കിലോമീറ്റർ നീളത്തിൽ ഒരു മുറി. എന്ത് ചെയ്യാനാണ് അവിടെ? അവിടെ ശൗചാലയങ്ങളില്ല. ഇതൊക്കെ കേട്ടപ്പോൾ നിങ്ങളൊക്കെ ചിരിക്കും, ഹിന്ദുക്കളായ നമ്മൾ ചിരിക്കും. സ്വർഗത്തിൽ ശൗചാലയമില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചിരിക്കും. പലതരം സ്വർഗങ്ങളുണ്ട്, ഒരു ജാതി സ്വർഗമൊന്നുമല്ല. ഹിന്ദുക്കൾ സമ്പന്നന്മാരാണ്. ഇസ്ലാം എന്താണെന്ന് ഒരു 56 സെക്കൻഡ് കൊണ്ട് ഹ്രസ്വമായ ഭാഷയിൽ അദ്ദേഹം അവതരിപ്പിച്ചെന്നില്ല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ദൈവം ഇങ്ങനെ സ്വർണത്തിന്റെ സിംഹാസനത്തിലിരിക്കുന്നു, ഭൂമിയിലേക്ക് ഒരു സൃഷ്ടിയെ പറഞ്ഞയച്ചു കഴിഞ്ഞാൽ ഹ്രസ്വമായ കാലത്തെ ജീവിതം, പിന്നെ മരിച്ചു കഴിഞ്ഞാൽ സ്വർഗം, ഹൂർലിയങ്ങൾ, മദ്യപ്പുഴ. ഇതാണ് ഇസ്ലാം എന്നുള്ളത്. ഒരുപാട് പേര് എനിക്ക് ഈ വീഡിയോ അയച്ചു തന്നു. എന്നെ കേട്ടിരിക്കുന്ന മുസ്ലിം സഹോദരങ്ങളാണ് പറയുന്നത്, സ്വർഗം, അതിൻ്റെ അനുരാഗം, അതിൻ്റെ അനുഭൂതി വിശുദ്ധമായ ഖുർആൻ പറഞ്ഞതിനേക്കാൾ വലിപ്പത്തിനും വണ്ണത്തിനും ഹൈന്ദവ സഹോദരങ്ങളുടെ അവരുടെ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളിൽ, വേദങ്ങളിലൊക്കെ ഉണ്ട്. അത് ചിദാനന്ദപുരി സ്വാമി സവിസ്തരം പ്രതിപാദിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഞാനത് നിങ്ങളെ ആ ക്ലിപ്പ് കേൾപ്പിച്ചിട്ടുള്ളതാണ്. എത്ര ജാതി സ്വർഗങ്ങളാണ്, എന്തൊക്കെയാ അവിടെ തിന്നാനും കുടിക്കാനും അറിയോ വർണ്ണിച്ചിട്ടുള്ളത്. കുന്നുപോലെ ചോറ്, പലതരം അപ്പങ്ങള്. പിന്നെ എല്ലാത്തിലും നമ്മൾ അതിനെ മറുപടി പറയാത്ത വരുന്നത് കൊണ്ടല്ല, നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഹൈന്ദവ സഹോദരങ്ങൾ ഒരു ഘട്ടത്തിലെങ്കിലും അവരെ മതഗ്രന്ഥത്തെ അവഹേളിക്കുന്നു, അവരെ പറയുന്നു തോന്നിപ്പോകും. ഇവരുടെ ലക്ഷ്യം അതാണ്. ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഹൃദയം തുറന്ന് ചിന്തിച്ചു നോക്കിയേ. ഒരമ്പലമുറ്റത്ത്, ഒരു ക്ഷേത്രത്തിന്റെ തിരുനടയിൽ നടക്കുന്ന പ്രഭാഷണത്തിൽ പോലും സ്വന്തം മതത്തിന്റെ വൈവിധ്യങ്ങളും മഹത്വങ്ങളും പറയണമെങ്കിൽ അപരമത വിദ്വേഷം, മറ്റു മതസ്ഥർ അവരുടെ ദൈവം, അവരുടെ ആചാരം, അവരുടെ അനുഷ്ഠാനം, അവരുടെ സങ്കല്പങ്ങൾ ഇത് പറയാതെ, അല്ലെങ്കിൽ ഇസ്ലാം സ്പെസിഫിക് ആയിട്ട് പറഞ്ഞ ഇസ്ലാമിനെ പറയാതെ ഒരു ആശയത്തെ അവർക്ക് പ്രതിഫലിപ്പിക്കാൻ, ഒരു സമൂഹത്തെ ഉദ്ധരിക്കാൻ അവർക്ക് കഴിയത്തില്ല എന്ന നിസ്സഹായതയാണ് ഈ കാണിക്കുന്നത് മുഴുവനും. അതുകൊണ്ട് നമ്മൾ എന്തിനാ ഇപ്പൊ നോക്ക്, വിശുദ്ധമായ ഖുർആൻ തുടങ്ങുന്നത് എന്താണ്? ഇഖ്റ, വായിക്ക്, പഠിക്ക്, ഗ്രഹിക്ക്, മനസ്സിലാക്ക് എന്ന തത്വോപദേശമാണല്ലോ വിശുദ്ധമായ ഖുർആൻ ആദ്യം മുമ്പിലേക്ക് വെക്കുന്നത്. എന്നാൽ കുരുക്ഷേത്ര ഭൂമിയിലേക്ക് ഇറങ്ങാൻ ഒരു ഘട്ടത്തിൽ വിസമ്മതിച്ച്, അല്ലെങ്കിൽ മനക്ലേശമുണ്ടായ അർജുനോട് ശ്രീകൃഷ്ണൻ പറഞ്ഞെന്താണ്? കാരണം അർജുന ആ യുദ്ധമുഖത്തേക്ക് ഇറങ്ങാനുള്ള ബുദ്ധിമുട്ട് തന്നെ അഭിമുഖീകരിക്കാൻ പോകുന്ന തൻ്റെ കുടുംബക്കാർ, തനിക്ക് വേണ്ടപ്പെട്ടവർ, ബഹുമാനിക്കപ്പെടുന്നവർ. അപ്പോൾ ഒരു ഘട്ടത്തിൽ ഇറങ്ങാൻ വിസമ്മതിച്ച, അല്ലെങ്കിൽ മനക്ലേശമുണ്ടായ അർജുനോട് ശ്രീകൃഷ്ണൻ പറഞ്ഞത്, ഹദോവ പാപ്സിസ സ്വർഗ ജിത്തോവ ബോഷിസ്യ മഹീം തസ്മാദുഷ്യത കൗന്ദേയ യുദ്ധായ കൃതി നിശ്ചയ. ഓനെ നീ യുദ്ധരണാങ്കണത്തിലേക്ക് ഇറങ്ങ്, നീ മരിച്ചാൽ നിനക്ക് സ്വർഗമുണ്ട്, നീ യുദ്ധത്തിൽ ജയിക്കുകയാണെങ്കിൽ നിനക്ക് ഭൂമിയിൽ അധികാരമുണ്ട്. അപ്പൊ അവിടെയും സ്വർഗം പറഞ്ഞിട്ടാണ് ആരംഭിക്കുന്നത്. ഇവരാണ് നമ്മളെ സ്വർഗം പറഞ്ഞ് പരിഹസിക്കുന്നത്. സത്യത്തില് സ്വർഗവും അതിന്റെ അനുരാഗങ്ങളും അനുഭൂതികളും ഈ സംസാരിക്കുന്ന വ്യക്തിക്ക് പോലും വേദങ്ങളിൽ എന്ത് പറഞ്ഞു എന്ന് കൃത്യമായിട്ട് അറിയില്ല. കുരുക്ഷേത്ര ഭൂമി, ഇപ്പൊ നമ്മുടെ മഹാഭാരതം, അതിന്റെ ഇതിവൃത്ത് നോക്ക്. ആ യുദ്ധമുഖത്തേക്ക് ഇറങ്ങാൻ പോലും പ്രേരിപ്പിക്കുന്നത്, ഉത്സാഹം കൊടുക്കുന്നത് പോലും സ്വർഗത്തിന്റെ പേരിലാണ്. നീ മരണപ്പെട്ടാൽ നിനക്ക് സ്വർഗമുണ്ട്. സ്വർഗത്തിലെ അനുരാഗങ്ങളാണ്, അനുഭൂതികളാണ്, അപ്സരസുകൾ. അതുപോലെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട ചിദാനന്ദപുരി സ്വാമി പറയുന്നത് കേൾക്കാം, എന്തെല്ലാം തരത്തിലുള്ള ഭക്ഷണങ്ങൾ, എന്തെല്ലാം തരത്തിലുള്ള അനുരാഗങ്ങൾ. ഇവരുണ്ടത്രേ ഗന്ധർവന്മാര് പാട്ടുപാടാൻ, അപ്സരസുകൾ ഉണ്ടത്രേ നൃത്തം ചെയ്യാൻ. എന്തായിരിക്കും ഇതിന്റെയൊക്കെ ഒരു സുഖം? അവരെ പാട്ടുപാടി രസിപ്പിക്കാൻ ചെറിയ കുട്ടികൾ. ഇതൊക്കെ ബഹുമാനപ്പെട്ട ചിദാനന്ദപുരി സ്വാമി പറയുന്നില്ല. ഇതൊക്കെ ഇവർ കേട്ടവരല്ലേ, ഇവർക്ക് ഇതൊക്കെ അറിയാം. ഇദ്ദേഹത്തിന് അറിയത്തില്ല, ഒരുവിധപ്പെട്ട താത്വിക ആചാര്യന്മാർക്കൊക്കെ അറിയാം. പക്ഷെ അവർ പൊതുസമൂഹത്തിന് മുമ്പിൽ പറയാത്തത് കൊണ്ട്, കാരണം പഠിപ്പിക്കാൻ അവസരമില്ല. 83% വരുന്ന ഒരു ഹൈന്ദവ സഹോദരങ്ങൾ ഈ മഹാരാജ്യത്തുണ്ട്, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ. അവർക്ക് ഈ മതമോ ഈ മതത്തിന്റെ ഗ്രന്ഥങ്ങളോ 90% ജനങ്ങൾക്ക് അറിയത്തില്ല. എന്നാൽ 23% മുസ്ലിമീങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞത് ഒരു ഫാത്തിഹെങ്കിലും അറിയാം. അവരുടെ മതഗ്രന്ഥത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങൾ അവർക്കറിയാം. നമ്മൾ ഈ രംഗത്ത് ഉദ്ധരിക്കപ്പെട്ടതിന്റെ 10-1 ഇപ്പം ഹൈന്ദവ സഹോദരങ്ങളെല്ലാം അവര് എപ്പോഴും വേദനിച്ച് പറയുന്നൊരു കാര്യമാണ് ആത്മഹത്യ കൂടുതൽ. രാഹുൽ ശർമ്മയുടെ ആത്മഹത്യ കൂടുതൽ, അതിന് മാതാപിതാക്കളെ നോക്കാത്തവര്. എടാ, ഞങ്ങൾ ഈ സ്വർഗവും ഹൂർലിയങ്ങളും മദ്യപ്പുഴയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളുടെ സമൂഹത്തിൽ എന്തുണ്ടായി?
നിങ്ങൾ ശ്രദ്ധിക്കണ്ടേ? ഇതൊന്നും പറയാതെ മഹത്തായ വൈവിധ്യം പുഴുങ്ങി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തുണ്ടായി? നിങ്ങൾ ഇപ്പോഴും ഈ സമീപകാലത്തല്ലേ ശശികല ടീച്ചർ പറഞ്ഞത് ഞങ്ങളുടെ പിള്ളേർക്ക് പെണ്ണ് കിട്ടുന്നില്ല എന്ന്? അപ്പോഴും മുസ്ലിം സഹോദരങ്ങളെ പുകഴ്ത്തിയല്ലേ പറയുന്നത്? എന്തുകൊണ്ട്? ഞങ്ങൾ ആ രൂപത്തിലേക്ക് ഞങ്ങളുടെ സമൂഹത്തെ ആ രൂപത്തിൽ മദ്രസ മതപഠനമൊക്കെ കൊണ്ട് ഞങ്ങൾ ഉദ്ധരിച്ചു. നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ സമൂഹത്തെ ഉദ്ധരിക്കാൻ വേണ്ടി മുസ്ലിങ്ങളല്ലേ ചൂണ്ടിക്കാണിക്കുന്നത്. മുസ്ലിങ്ങൾ ഉദ്ധരിക്കപ്പെട്ടതുകൊണ്ട് മുസ്ലിങ്ങളെ ചൂണ്ടിക്കാണിച്ചിട്ടല്ലേ നിങ്ങൾ അവരെ പോലെ ആകണമെന്ന് പറയുന്നത്. എന്തുകൊണ്ട് അങ്ങനെ ആയി? ഞങ്ങൾ എങ്ങനെ അതിജീവിക്കുന്നു? ഈ രാജ്യത്ത് ഈ ന്യൂനപക്ഷങ്ങളെ ഇത്രയൊക്കെ പീഡിപ്പിച്ചിട്ടും മുസ്ലിം സമൂഹം എവിടെ തൊട്ട് 2 ബില്യൺ മുസ്ലിങ്ങളില്ലേ ലോകത്ത്? ഏറ്റവും കൂടുതൽ വളരുന്ന മതം കൂടിയല്ലേ ഇസ്ലാം. എങ്ങനെ ഈ വളരുന്നു എന്ന് ചിന്തിച്ചാൽ പോരെ? നിങ്ങൾ ഇവിടെ ഇപ്പൊ തന്നെ ഭയപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ലവ് ജിഹാദും മറ്റും മണ്ണാങ്കട്ടയൊക്കെ പറഞ്ഞ് ഇവിടെ ക്രിസ്ത്യാനികളെ തന്നെ വടക്കേ ഇന്ത്യയിൽ നിങ്ങൾ പിടിച്ചു. എന്തിനാ പിടിക്കുന്നത്? നിങ്ങൾ അറസ്റ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാ? ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാത്ത ആളുകൾ, ഒരു തരത്തിലും ജീവ നിലവാരമില്ലാത്ത മനുഷ്യരെ ക്രൈസ്തവ സഹോദര മിഷണറിമാർ പോയി അവിടെ നിങ്ങൾ പറയുന്ന മതപരിവർത്തനം നമുക്കറിയില്ല. അവരെ പല കാര്യങ്ങളും പറഞ്ഞ് മാനസികമായി ഉന്മേഷം കൊടുത്തവർ കൊണ്ടുപോയി മതപരിവർത്തനം നടത്തിയെന്ന് പറഞ്ഞ് അവരെയൊക്കെ പിടിച്ച് അറസ്റ്റ് ചെയ്യുന്നു. എന്നാൽ ഈ സമൂഹങ്ങൾക്ക് ഈ മതപരിവർത്തനത്തിലൂടെ പരിവർത്തനപ്പെട്ട് ഒരു പുതിയ ജീവിതത്തിലേക്ക്, ഒരു പുതിയ ആശ്വാസത്തിന്റെ തുരുത്തിലേക്ക് പോകാനല്ലാതെ ഒരു മാർഗമില്ലല്ലോ. അവർ ജീവിച്ചിരുന്ന ആ ഒരു ആശയത്തിൽ അവർക്ക് എന്തെങ്കിലും സന്തോഷം സമാധാനം കിട്ടുന്നുണ്ടാ? അത് കിട്ടാത്തതുകൊണ്ടാണ് മറ്റൊന്നിലേക്ക് പോകുന്നത്. ഈ രാജ്യത്ത് വ്യാപകമായിട്ട് ഞാൻ എടുത്തു പറയാം, നിങ്ങളെയൊക്കെ പേടിച്ചിട്ട്, ഭരണകൂടത്തെ പേടിച്ചിട്ട് എത്രയോ ആളുകൾ, എനിക്കറിയാമല്ലോ, രഹസ്യമായി പരിശുദ്ധമായി ഇസ്ലാം ആശ്ലേഷിക്കുകയും ആരാധനാ മുറകൾ വളരെ രഹസ്യമായിട്ട് ചെയ്യുന്ന ആളുകളെയൊക്കെ എനിക്കറിയാം. അവരൊന്നും പരസ്യപ്പെടുത്താത്തത് ഭരണകൂടം പീഡിപ്പിക്കുന്നുള്ളതുകൊണ്ടാണ്. പക്ഷെ അവരെ വിശ്വാസത്തെ തൊടാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല. അപ്പം നിങ്ങളുടെ ആശയം മഹത്തരമാണ് എങ്കിൽ ആശയത്തിൻ്റെ മഹിതമായ തലങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. മറ്റുള്ളവന്റെ ഹൂറിലിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഹൂറിലിങ്ങളും സ്വർഗവും പടച്ചവനും സിംഹാസനവും പഠിക്കാമെന്നല്ലാതെ നിങ്ങളുടെ മതത്തിന്റെ അവർ പഠിക്കത്തില്ല. പിന്നല്ലേ ഇസഡ്